ഇത് 21-ാം നൂറ്റാണ്ടാണ്. പക്ഷെ ലോകരാഷ്ട്രങ്ങൾ ഇന്ന് വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു അനുമതി പത്രത്തിനായി കാത്തു നിൽക്കണമോ? ഇറാന്റെ പുതിയ നേതാവിനെ ആര് തീരുമാനിക്കണം? ഇന്ത്യ ആരിൽ നിന്ന് എണ്ണ വാങ്ങണം? ഈ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കാനും തീരുമാനിക്കാനും ട്രംപിനെ ആരാണ് അധികാരപ്പെടുത്തിയത്? ആയത്തുള്ള അലി ഖമനായി കൊല്ലപ്പെട്ട് ഒരാഴ്ച തികയുമ്പോഴാണ് മകൻ മുജ്തബ ഖമനായിയെ തിരഞ്ഞെടുത്തു എന്ന പ്രഖ്യാപനം വരുന്നത്. ഈ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ തൻ്റെ ഭീഷണി ആവർത്തിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഞങ്ങളുടെ അംഗീകാരം ലഭിക്കേണ്ടതുണ്ട്. വാഷിംഗ്ടണിന്റെ അനുമതിയില്ലാതെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളെയും അധികകാലം വാഴാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്നാണ് US പ്രസിഡന്റിന്റെ താക്കീത്. നേരത്തെയും ഇതേ ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ ആഭ്യന്തര കാര്യങ്ങൾ തീരുമാനിക്കാനും അതിൽ കടന്നു കയറുവാനും ട്രംപിന് എന്ത് അവകാശമാണുള്ളത്? ഇറാന്റെ കാര്യങ്ങളിൽ മാത്രമല്ല, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ കാര്യത്തിലും ട്രംപ് സമാനമായ അന്ത്യശാസനം നൽകിയിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുവാൻ വെറും 30 ദിവസത്തെ അനുമതി. 30 ദിവസം കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങൾ ആര് തീരുമാനിക്കും? വാഷിംഗ്ടണിലെ ഉദ്യോഗസ്ഥരോ? ഒരു രാജ്യത്തിന്റെ വ്യാപാര സ്വാതന്ത്ര്യത്തിനുമേൽ ഇത്രയും നഗ്നമായ കടന്നുകയറ്റം നടത്താൻ അമേരിക്കയ്ക്ക് ആരാണ് അധികാരം നൽകിയത്? ഒരു പരമാധികാര രാഷ്ട്രം ആരെ അവരുടെ നേതാവാക്കണം, ആരിൽ നിന്ന് വ്യാപാരം നടത്തണം, ആരുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ മേടിക്കണം എന്ന തീരുമാനമെടുക്കാൻ ഇവിടെ ആരും വൈറ്റ് ഹൗസിനെ ചുമതലപ്പെടുത്തിയിട്ടില്ല. എന്നാൽ ട്രംപിന്റെ ഈ ഭീഷണിയെ പുച്ഛിച്ചു തള്ളുകയാണ് ഇറാൻ. ഇറാന്റെ വിധി നിർണ്ണയിക്കുന്നത് ഇവിടുത്തെ ജനങ്ങളാണ്, അല്ലാതെ എപ്സ്റ്റിന്റെ സംഘമല്ല. ഞങ്ങളുടെ നേതാവിനെ രക്തസാക്ഷിയാക്കിയതിലൂടെ ട്രംപ് വരുത്തിവെച്ച ദുരന്തം അദ്ദേഹത്തിന് ഇനിയും മനസ്സിലായിട്ടില്ല എന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ മറുപടി. ജെഫ്രി എപ്സ്റ്റിനെ പോലുള്ളവരുമായുള്ള ട്രംപിന്റെ പഴയകാല സൗഹൃദങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാൻ നടത്തിയ ഈ പരിഹാസം അമേരിക്കയുടെ ധാർമ്മികതയെ തന്നെ വെല്ലുവിളിക്കുന്നുണ്ട്. വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. വിദഗ്ധരുടെ അസംബ്ലി തെരഞ്ഞെടുത്ത നേതാവിനെ അംഗീകരിക്കാൻ വിദേശ രാജ്യങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല എന്നാണ് ഇറാന്റെ പക്ഷം. സൈന്യവും സുപ്രീം കൗൺസിലും മുജ്തബ ഖമനായിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഇറാനിലെ ഭരണം അന്തസ്സോടുകൂടി മുന്നോട്ടു പോകുമെന്ന് ഇറാനിയൻ പ്രസിഡന്റും അവകാശപ്പെടുന്നു. ഇതിനിടെ ഒരു US സൈനികൻ കൂടി കൊല്ലപ്പെട്ട വിവരം അമേരിക്ക സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേൽ US സഖ്യം നടത്തുന്ന നീക്കങ്ങൾക്ക് ഇറാൻ നൽകുന്ന ശക്തമായ തിരിച്ചടിയായാണ് ഈ കാര്യങ്ങളെ വിലയിരുത്തപ്പെടുന്നത്. ആണവായുധ നിർമ്മാണം തടയാനെന്ന വ്യാജേനയും ലോക സമാധാനത്തിന്റെ മുഖം മൂടി അണിഞ്ഞും അമേരിക്ക നടത്തുന്ന ഈ നീക്കങ്ങൾ സത്യത്തിൽ പഴയ കൊളോണിയൽ ആധിപത്യത്തിന്റെ ആധുനിക പതിപ്പാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ലോകരാഷ്ട്രങ്ങളെ വിരട്ടുന്ന അമേരിക്കയുടെ ഈ ലോക പോലീസ് ചമയലിനെ ലോകം ഇനിയും അധികകാലം വെച്ചുപുറപ്പിക്കില്ല. ഓർക്കുക, ഭൂപടങ്ങൾ വരയ്ക്കുന്നത് വൈറ്റ് ഹൗസിലെ പേനകൾ കൊണ്ടല്ല, മറിച്ച് ഓരോ രാജ്യത്തെയും ജനതയുടെ ഇച്ഛാശക്തി കൊണ്ടാണ്.